5000 ഫോളോവേഴ്സും 60,000 മിനിറ്റ്സ് വ്യൂസും ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും ഫേസ്ബുക്ക് ഐ ഡിയും നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഫീച്ചർ ഇപ്പോൾ വന്നൊന്നുമല്ല, ഒരു മാസം മുമ്പേ വന്നതാണ്. സംഭവം വെച്ചാൽ 5000 ഫോളോവേഴ്സും 60,000 മിനിറ്റ്സ് വ്യൂസും, അതായത് ഒരു 5 വീഡിയോസ് ലൈവ് നിലവിലുള്ള ഇതുമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഫേസ്ബുക്ക് പേജും നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലും നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും. ഞാൻ വീഡിയോയുടെ കുറച്ച് ലേറ്റായിരുന്നുള്ളൂ, ഇത് മുമ്പേ വന്നതാണ്, ഒരു 2 മാസം മുമ്പേ വന്നതാണ്. എങ്കിലും ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ. കാരണം വെച്ചാൽ സിമ്പിളാണ്. കാരണം ഫേസ്ബുക്ക് യൂട്യൂബിനേക്കാളൊക്കെ ഒരുപാട് സിമ്പിളാണ്. കാരണം നമുക്ക് ഷെയർ ഓപ്ഷനും മറ്റൊക്കെ ഒരുപാട് വൈഡായിട്ട് നമുക്ക് വൈഡ് റേഞ്ചിൽ നമുക്ക് ഷെയർ മറ്റൊക്കെ ചെയ്ത് നമുക്ക് എൻഗേജ്മെൻറ്റും എല്ലാം കിട്ടാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് 5000 ഫോളോവേഴ്സും 60,000 മിനിറ്റ്സും വ്യൂസും ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഏകദേശം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്തോളൂ. ചെക്ക് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചു. ഓക്കെ, വായിക്കുന്നില്ല. വീട്ടിൽ നമുക്കൊന്ന് എലിജിബിലിറ്റി ചെക്കിങ് നോക്കാം. നമുക്ക് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഫേസ്ബുക്കിലോട്ട് പോകുന്നു. ഫേസ്ബുക്ക് പേജിലോട്ട് പോയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ടച്ച് ചെയ്യുന്നു. അവിടെ നമുക്ക് മാനേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ മാനേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. മാനേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എലിജിബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. മോണിറ്റൈസേഷൻ. നമ്മൾ ഈ മോണിറ്റൈസേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി കാണാൻ പറ്റും. അവിടെ നമ്മൾക്ക് ഇപ്പോൾ സ്റ്റാർസ് മോണിറ്റൈസേഷൻ, ലൈവ് ആഡ്സ്, ഇൻ സ്ട്രീം ആഡ്സ്, സബ്സ്ക്രിപ്ഷൻ ആഡ്സ്, അത് ഞാൻ പറഞ്ഞ 5000 എന്ന് പറഞ്ഞ സ്ട്രീം ആഡ്സ് ആണ്. അത് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അത് നമുക്ക് എലിജിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. മിനിമം 5K ഫോളോവേഴ്സ്. ഇപ്പോൾ ഇവിടെ 1859 ആയിട്ടുള്ളൂ. 5K ആയാൽ ഇവിടെ ഒരു 60,000 മിനിമം 60,000 മിനിറ്റ്സ് വ്യൂഡ് ഓഫ് ഡിമാൻഡ് വീഡിയോസ് ഓർ ലൈവ്സ്. ലൈവിൽ നിന്നും വീഡിയോസിൽ നിന്നും നമുക്ക് 60,000 മിനിറ്റ്സ് വ്യൂസ് കിട്ടിക്കഴിഞ്ഞാലും, അതുപോലെ തന്നെ നമുക്കിവിടെ 5 വീഡിയോസ് ലൈവായിട്ട് വേണം. എലിജിബിൾ വീഡിയോസ് ഓർക്കും 5 മോർ ടൈംസ് ഇൻ ലാസ്റ്റ് 30 ഡേയ്സ്. 30 ദിവസത്തിനുള്ളിൽ 5 വീഡിയോസ് നമ്മുടെ ഇതിൽ നിലവിലുണ്ടാവണം. എങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് ആയി നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ളതാണ്. വേറെ കൂടെ ശ്രദ്ധിക്കേണ്ടത്, കോപ്പിറൈറ്റ് അങ്ങനത്തൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫേസ്ബുക്ക് പ്രൊഫൈൽ മോണിറ്റൈസേഷൻ നമുക്കൊന്ന് നോക്കാം. എടുക്കാൻ പറ്റും. മോണിറ്റൈസേഷൻ എടുക്കാൻ അത് തന്നെയാണ് ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. നമുക്ക് നേരെ പ്രൊഫൈലിലേക്ക് പോകാൻ വേണ്ടി സി ഡാഷ്ബോർഡ് എന്ന് പറയുന്ന സംഭവം കാണാം. സി ഡാഷ്ബോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവരുടെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാം. മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്യുന്നു. മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻ സ്ട്രീം ആഡ്സ് പറഞ്ഞിട്ട് എവിടെയും ഒരു ഓപ്ഷൻ കാണാം. ഇൻ സ്ട്രീം ആഡ്സ്. ഇത് കിട്ടണമെങ്കിൽ നമ്മുടെ നോർമൽ ID വെച്ച് നടക്കില്ല. നമ്മുടെ ID പ്രൊഫഷണൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ്റെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ കാണുന്നില്ല, മിനിമം 5K ഫോളോവേഴ്സ് ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനി ഇവിടെ 5 വീഡിയോസ് നിലവിലുണ്ട് ചാനലിൽ. ഇനി ഒന്ന് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാൻ. മിനിമം ഓഫ് 60,000 മിനിറ്റ്സ് വ്യൂഡ് ഓഫ് ഡോൺ ഡിമാൻഡ് വീഡിയോസ് ഓർ ലൈവ്സിലായാലും നമ്മുടെ നോർമൽ വീഡിയോസിലായാലും 60,000 മിനിറ്റ്സ് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പ്രൊഫൈലിലും നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാം. അതുപോലെ തന്നെ പേജ് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാം. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും. അവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരിലേക്ക് കൂടെ എത്തിയിട്ട് അവർക്ക് കൂടെ ഒന്ന് ഉപകാരപ്രദമായിക്കൊള്ളട്ടെ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബൈ.